നമ്മളിപ്പോ നിലവില് കുറെ അധികം ആക്സിഡന്റ്സ് അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നതിന്റെ ഒരു വെളിച്ചത്തില് കുറേയധികം ഗൈഡ് ലൈൻസ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ലൈൻസ് ആക്കിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളും ഒക്കെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അധികം ആളുകൾ കൂടുന്ന ഒരു ക്രൗഡ് വരുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അതാത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളെയും അത് ഈ പോലീസും അവിടെയുള്ള ലോക്കൽ അതോറിറ്റീസിനെയും അറിയിക്കണമെന്ന് കർശനമായും നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് എമർജൻസി പ്ലാൻ, ഒരു ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ നമുക്ക് തയ്യാറാക്കി തരണം. അതായത് ഏത് ഓർഗനൈസേഷൻസ് ആണോ പ്രോഗ്രാം നടത്തുന്നത് അവർ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ സൈനിക ബോർഡുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കൊണ്ടുള്ള ഒരു തെച്ചടക്കമുള്ള ഒരു പ്ലാൻ നമുക്ക് തയ്യാറാക്കി തരണമെന്നും അതനുസരിച്ചിട്ടാണ് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഉള്ളത്. ഇപ്പോ ഈ വെടിക്കെട്ട് അപകടം നമ്മളിപ്പോ അത് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, അനുമതി കൊടുക്കുന്നത്. നേരത്തെ ഒരു ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ കർശനമായും പറയാറുണ്ട്. പിന്നെ നമ്മൾ അറിയിക്കുന്നവർക്ക് നമ്മൾ പോയി ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. പിന്നെ ഇപ്പോൾ വെടിക്കെട്ട് അപകടത്തിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ ഒരു പെസോയാണ് ഗൈഡ് ലൈൻസ് ഇറക്കുന്നത്. പെസോയിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള ലൈസൻസ്, അതിനുള്ള ക്രൈറ്റീരിയ അനുസരിച്ചുള്ള ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമാണ് അനുമതി കൊടുക്കുന്നത്. അപ്പോ മാഗസിൻസ് എത്ര ദൂരം വേണം, അതുപോലെ സ്കൂളും കുട്ടികളുമായിട്ടുള്ള ദൂരം ഒരു 250 മീറ്റർ വേണം. സ്പെക്ടേറ്റേഴ്സ് കാണികൾ നിൽക്കുന്ന പ്ലേസും ഈ ഫയർ വർക്ക് സൈറ്റുമായിട്ട് 100 മീറ്റർ ബഫർ എന്തായാലും വേണം. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടുകൊണ്ട് മാത്രമാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ണൂരത്തെ അപകടത്തില് അത് എന്തായിരുന്നു അവർ കൊടുത്ത എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇപ്പോ ദുരന്ത നിവാരണ അതോറിറ്റികൾ നമ്മൾ ഇതില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമാണ് ലൈസൻസ് അപ്രൂവൽ കൊടുക്കാറുള്ളത്. പിന്നെ ഓർഗനൈസേഷൻസ് ആണ് കൂടുതൽ നോക്കേണ്ടത്. കാരണം വരുന്ന കാണികളുടെ സുരക്ഷ അവർ ഉറപ്പാക്കണം എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, ഈ ആചാരങ്ങൾ, ഈ പാരമ്പര്യം അതൊക്കെ കൊണ്ടാണോ ഇത്തരത്തിൽ ഈ സുരക്ഷയ്ക്കൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്നതായി തോന്നുന്നുണ്ടോ? അതായത് ഇപ്പോ ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, ഇതൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണ്. ഞങ്ങൾ വർഷങ്ങളായി നടത്തുന്ന ഒരു പാരമ്പര്യമായി നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഇത്തരം ഉത്സവങ്ങൾ. അതിൽ മറ്റൊരു ഇടപെടൽ അല്ലെങ്കിൽ നിയമം അതിലേക്ക് വരണ്ട എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? കൂടുതലും ആചാരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. എങ്കിലും നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലി അത് ചിന്തിക്കേണ്ട സമയമായിരിക്കും. കാരണം ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ ഒരു ചൂടിന്റെ സാഹചര്യം കൂടുന്നു. പഴയൊരു ചൂടല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ആനകളെ എഴുന്നള്ളിക്കുന്നതിലും ഈ ഫയർ വർക്കിന്റെ കാര്യങ്ങളിലും എല്ലാം നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ടെമ്പറേച്ചർ എല്ലാം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ട്. പണ്ടുള്ളതിനേക്കാളും നമുക്ക് ഒത്തിരി അപകട സാധ്യത അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വൾനറബിൾ ആണ് ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ ആളുകളെ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിയമങ്ങളും അതനുസരിച്ചിട്ട് മാറേണ്ടതാണെന്നാണ്. കാരണം ഈ ഫയർ വർക്ക് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് അപകടം ഉണ്ടാകുന്ന എഴുന്നള്ളിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്ന് നിയന്ത്രണം കൊണ്ടുവരാവുന്നത് തന്നെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കെപ്പോഴും സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആളുകളിലോട്ട്. നമ്മളൊരു ആചാരം നമുക്കൊരിക്കലും ആചാരത്തിന് ഒഴിവാക്കാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോ അതൊരു നിയന്ത്രിച്ചുകൊണ്ട് ആളുകളുടെ സേഫ്റ്റി നോക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ ക്രൗഡ് മാനേജ്മെന്റ് കാര്യത്തിൽ കേരളം വട്ടപൂജ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം എത്ര വിദ്യാസമ്പന്നരാണെങ്കിൽ പോലും ഒരു ക്രൗഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ഒരു മോശം അവസ്ഥയിലാണല്ലോ. നമുക്ക് വട്ടപൂജ്യം അങ്ങനെ ഒരു രീതിയിലല്ല. പക്ഷെ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഇത്രത്തോളം ഗൈഡ് ലൈൻസ് ഇറക്കിയാലും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ചിലവര് അങ്ങനെ ഒരു മനഃപൂർവ്വം ആക്കുന്നതല്ല എങ്കിലും കുറച്ച് അധികം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ മേള അല്ലെങ്കിൽ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ആളുകൾക്കുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള കറക്റ്റുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ ഓർഗനൈസേഷൻ ശരിക്കും ശ്രമിക്കണം. കാരണം നമ്മളൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് ശരിക്കും ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ മാത്രം നമുക്കൊരു കറക്റ്റ് രീതിയിൽ ഒരു എക്സിറ്റ് എൻട്രി, ഒരു ക്യൂ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതൊരു വലിയ ഇഷ്യൂയിലോട്ട് പോകത്തില്ല. അതുപോലെ തന്നെ ചെറിയ ഇഷ്യൂ ഉണ്ടായി തന്നെ അത് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒരു വലിയ അപകടത്തിലോട്ട് നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആളുകളും കൂടി കുറച്ചും കൂടി ഇതൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഒരാളൊന്നും വീണാലൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നലിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടാം അല്ലെങ്കിൽ
ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ആൾക്കൂട്ട അപകടങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായും പറ്റുമെന്നാണ്. ഒരു ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഉത്സവങ്ങളുടെ ഒരു കാലം വരികയാണ്. ഇപ്പോൾ കണ്ണൂരിലാണെങ്കിൽ തെയ്യങ്ങളും, ഇപ്പോൾ തിരുവനന്തപുരം തെക്കോട്ടാണെങ്കിൽ അത്തരത്തിൽ ക്ഷേത്രങ്ങൾക്കൊക്കെ ഉത്സവങ്ങളുടെ ഒരു കാലമാണ്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, മുൻപുള്ളതുപോലെയുള്ള ഒരു അവസ്ഥയിലല്ല നമ്മളുള്ളത്. അപ്പോൾ എന്തൊക്കെ ഒരു മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തിൽ? മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആളുകളെ കൂടുതൽ അവർക്ക് വന്നു പോകുന്നതിന് നമ്മൾ ഒരിക്കലും ഒരു ഉത്സവങ്ങളോ അല്ലെങ്കിൽ ഒരു പൊങ്കാല പോലെ അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരിക്കലും ആളുകളെ വരരുത് അല്ലെങ്കിൽ ഇത്ര പേര് അങ്ങനെ നമുക്ക് പറയാൻ എന്തായാലും പറ്റില്ല. അപ്പോ ഇവിടെ നമ്മൾ കാർണിവൽ, കൊച്ചിൻ കാർണിവൽ നടക്കുന്നു. ഒരു ആളുകൾ കൂടുതൽ വന്ന സാഹചര്യങ്ങൾ ഉണ്ടായി അപകടം ഉണ്ടാകുന്ന രീതിയിലോട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ കൂടുതൽ നിയന്ത്രണത്തിലോട്ട് പോകുന്നു. അപ്പൊ കൂടുതൽ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ബാരിക്കേഡ് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ ആളുകൾക്ക് ഇപ്പോ ഈ ചൂടിന്റെ സമയത്ത് ആവശ്യമുള്ള കുടിവെള്ളങ്ങൾ, കാരണം നമുക്കൊരു അങ്ങോട്ട് പെട്ടെന്ന് മാറി ഓടിപ്പോയി നിൽക്കുന്നതിനുള്ള നമ്മളൊരു മൂവ്മെന്റ്, അതായത് ഒരു ക്രൗഡ് മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും നോക്കുന്നത് ഒരു കറക്റ്റ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സിക്സ് ആക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള മൂവ്മെന്റ് ഒക്കെ വരുമ്പോഴാണ് ആക്ച്വലി ഈ പറയുന്ന ഈ സ്റ്റാമ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ഈസി ഫ്ലോ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം അവിടെ ഓർഗനൈസ് വരിക എന്നുള്ളതാണ് കൂടുതൽ. അത് എല്ലാവർക്കുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക, പ്രോപ്പർ സൈനേജസ് വെക്കുക. അതായത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ഈ വഴി ആയിരിക്കണം, ആളുകൾക്ക് അറിഞ്ഞിരിക്കണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ആരെ കോൺടാക്ട് ചെയ്യണം, അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടുതൽ ആളുകളോട് നമുക്ക് എത്താൻ പറ്റില്ല, വരാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷെ നമ്മൾ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തുനിന്ന്, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എടുക്കുന്ന നടപടികളൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓർഗനൈസ് ചെയ്യുന്നവരും കൂടി ആളുകൾക്കുള്ള സൗകര്യങ്ങൾ, പിന്നെ നമ്മൾ എത്തുന്ന ആളുകൾ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുൻകരുതൽ കാര്യങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.